ലൈഫിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. December 31, 2023, സമയം 8 മണി, സ്ഥലം കോവളം. നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 മിനിറ്റ് മതി നമുക്കൊരു ഷോർട്ട് കട്ട് വഴി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കോവളം ബീച്ചിലോട്ട്. നിരപ്പായ റോഡാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ബൈക്കിൽ വന്നു. എന്നിട്ട് ഞങ്ങൾ ബൈക്ക് അവിടെ പാർക്ക് ചെയ്തിട്ട് നടക്കുകയാണ്. നല്ല വൈബുള്ളൊരു സ്ഥലമാണ് കേട്ടോ. രണ്ട് സൈഡും എന്താ പറയുക, ഹോം സ്റ്റേസും റിസോർട്ടൊക്കെ ഉണ്ട്. അപ്പം ഇതൊരു അധികം ആൾക്കാർക്ക്, നമ്മുടെ നാട്ടുകാർക്ക് മാത്രം അറിയുന്ന ഒരു ഷോർട്ട് കട്ടാണ്. മറ്റേ മെയിൻ റോഡ് വഴി വരികയാണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും, നമുക്ക് തിങ്ങിയൊക്കെ നടക്കേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് സുഖമായിട്ട് നമുക്ക് നടന്ന് വരാൻ പറ്റും. അപ്പം ഇത്രയും നാളും ഈ കോവളത്ത് അടുത്ത്, ബീച്ചിനടുത്ത് ഞങ്ങൾ താമസിച്ചിട്ട് ഞങ്ങൾ ഇതുവരെയും കോവളം ബീച്ചിൽ ഈ ഒരു ന്യൂ ഇയർ ഈവ് നമ്മുടെ ആ ഒരു സെലിബ്രേഷൻ കാണാനായിട്ട് എനിക്ക് വരാൻ സാധിച്ചിട്ടില്ല. പക്ഷെ എന്തായാലും ഇന്ന് അത് കണ്ടിട്ടേ ബാക്കി കാര്യമുള്ളൂ. അപ്പോൾ കണ്ട ഈ ഷോർട്ട് കട്ട് നേരെ വന്ന് നിൽക്കുന്നത് നമ്മുടെ ബീച്ചിലോട്ടാണ്. അപ്പം ബീച്ചിൽ ഇപ്പം ഇച്ചാൻ പറഞ്ഞെന്ന് പറയുന്ന തിരക്ക് അത്രയൊന്നും ആയിട്ടില്ല. ഒരു 11 മണി കഴിയുമ്പോഴായിരിക്കും ഭയങ്കര തിരക്കുണ്ടാവണേ. അപ്പം ഞങ്ങൾ ഫസ്റ്റ് എന്താ പറയുക, ഫുഡൊക്കെ ഒന്ന് കഴിച്ചിട്ട് നമ്മളങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ എനിക്ക് പിസ്സ കഴിക്കാനുള്ളൊരു ഭൂതി, ഒരു കൊതി മനസ്സിൽ വന്നു. അപ്പോൾ എന്തായാലും നമുക്കൊരു പിസ്സ, ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു പിസ്സ, എന്താ പറയുക, ഇറ്റാലിയൻ പിസ്സ കഴിക്കാനുള്ളൊരു പരിപാടിയാണ്. ശരിക്കും പറഞ്ഞാൽ കോവളം അടിപൊളി കേട്ടോ. സാധാരണ ഒരു നോർമൽ ഉള്ള ഒരു കോവളം അല്ല. നമ്മുടെ ന്യൂ ഇയറിൻ്റെ ഒരു സമയത്ത് നല്ല ലൈറ്റും എല്ലായിടത്തും മ്യൂസിക്കും ചെണ്ടമേളമൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് വൈബിലിട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പം നമ്മളൊരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റാണ് പോകുന്നത്. അപ്പോൾ പിസ്സ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് അത് തന്നെയാണ്. അപ്പോൾ നൈറ്റ് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത്, അപ്പം ഞങ്ങൾ ഇപ്പം വേറെ ഒന്നും നോക്കുന്നില്ല. എനിക്ക് പിസ്സ കഴിക്കണം എന്നുള്ളൊരാഗ്രഹമാണ്. അപ്പം അങ്ങനെ നമ്മൾ പിസ്സ നമ്മൾ തപ്പിക്കേണ്ടത്. അപ്പം ഇതൊരു പിസ്സയ്ക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്, അനിത എന്ന പേര്. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു പോളോ പിസ്സ, അപ്പോൾ ഇവിടുത്തെ ഒരു നല്ലൊരു എന്താ പറയുക, അടിപൊളി പിസ്സയാണ്. അപ്പം നമ്മളത് തന്നെ ഓർഡർ ചെയ്തു. കൂട്ടത്തിൽ എന്താണ് കോൾഡ് കോഫിയും പിന്നെ ഒരു മിൻറ്റ് ലൈമും ഒക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ എന്താണ് കിടിലം വൈബാട്ടോ, നല്ല ലൈറ്റിങ്ങും അത്യാവശ്യം കുറച്ച് എന്താ പറയുക, ഒരു ഒരു ഞങ്ങൾക്ക് അതാണല്ലോ ഇഷ്ടം. അങ്ങനത്തെ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുള്ളൊരു ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ്. മുകളിലൊക്കെ ഇങ്ങനെ മറ്റേ റൂഫിങ് ഓലയൊക്കെ മേഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഞങ്ങളിങ്ങനെ അതിൻ്റെയൊക്കെ ആംബിയൻസ് നോക്കിയിരിക്കും. ഞങ്ങളുടെ പിസ്സ വന്നു. എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ഇറ്റാലിയൻ പിസ്സ ഇത്ര ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ എന്താ ബേസാണ്, തിന്നായിട്ടുള്ള ബേസാണ്. നല്ല എന്താ പറയുക, ക്രിസ്പി ആയിട്ടുള്ള ഒരു ബേസാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും വായിൽ വെള്ളം വരുന്നത് ഗൈസ്. അപ്പോൾ അതാണ് എനിക്ക് ഇറ്റാലിയൻ പിസ്സയിൽ ഏറ്റവും ഇഷ്ടം. നമ്മുടെ ഡൊമിനോസ് പിസ്സയിലൊക്കെ ഭയങ്കര ബേസ് ഭയങ്കര കട്ടിയാണ്, എനിക്കത് അത്ര ഇഷ്ടമല്ല. ഇത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ബീച്ചിൽ വരുമ്പോഴത്തേക്കും നമ്മൾ പല റെസ്റ്റോറൻറ്റ്സും ട്രൈ ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങളിപ്പോൾ നോക്കിയപ്പോഴത്തേക്കും വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പിസ്സയാണ്. അപ്പോൾ ഇച്ചാൻ കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഞാൻ അത് ഇങ്ങനെ ഇച്ചായിങ്ങനെ നോക്കണം. ഇച്ചാൻ കാണിച്ചു തന്നാൽ തിന്നായിട്ടുള്ള ഒരു ബേസാണ്. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ കേട്ടോ. അടിപൊളി കേട്ടോ, നല്ല ഇഷ്ടം. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ പിസ്സ. ഇതിപ്പം നമുക്ക് രണ്ടുപേർക്കും കഴിച്ച് വയറ് പൊട്ടുമെന്ന് തോന്നുന്നു കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പത്തിലുണ്ട്. ഇച്ചാനാണ് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ. എനിക്കിടയിൽ എനിക്ക് 2 കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. അപ്പം ഞങ്ങളുടെ കോൾഡ് കോഫിയും വന്നു, മിൻലൈമും വന്നു. പക്ഷേ ഈ കോൾഡ് കോഫിയൊക്കെ കുടിക്കാനുള്ള സ്ഥലം ഉണ്ടോ എന്നാണ് ഡൗട്ട്. എന്തായാലും കുടിച്ചല്ലേ പറ്റത്തുള്ളൂ. കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് ഇറങ്ങി. നല്ല രസമുണ്ട് കേട്ടോ. ബീച്ചിൽ ഈ ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ എല്ലാ കടകളിലും ആ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല രസമുണ്ട് കേട്ടോ. നല്ല നമുക്ക് നടക്കാൻ തന്നെ ഒരു വൈബാണ്. അപ്പം ഞങ്ങൾ കുറച്ച് ദൂരം നടക്കാമെന്ന് വിചാരിച്ചു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഫുഡ് ഭയങ്കര ഹെവി ആയിരുന്നു ഗൈസ്. ഞങ്ങൾ മൊത്തം കഴിച്ചു. കാരണം ഫുഡ് വേസ്റ്റ് ചെയ്യണത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് കഴിച്ച് തീർത്തു. കോൾഡ് കോഫിയും പകുതിയോളം കുടിച്ച് പകുതി ഭാഗം അവിടെ വെച്ചിട്ട് വന്നു. നല്ലതായിരുന്നു കേട്ടോ, കോൾഡ് കോഫിയും നല്ലതായിരുന്നു. ഇത് ഇത്തവണത്തെ ന്യൂ ഇയർ ഐറ്റം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരുടെ തലയിലും ഈ ഒരു സംഭവം, എസ്പെഷ്യലി ഗേൾസിൻ്റെയൊക്കെ തലയിൽ എന്താ പറയണത്, ഇത് വെച്ചിട്ടുണ്ട്. അപ്പം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ അതിൻ്റെ ഒരു വാം ഷെയ്ഡ് ഞാൻ എടുത്തു. അപ്പം ഇത്തവണത്തെ ന്യൂ ഇയർ ഞാൻ ഇത് തലയിൽ ചൂടിക്കൊണ്ടായിരിക്കും ആഘോഷിക്കുക എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. സംഭവം കത്തിച്ചൊക്കെ നോക്കിച്ച് വാങ്ങിച്ചു. 100 രൂപയാണ് ഒരു സാധനത്തിന്. 100 120. ഞാൻ ബാർഗെയിൻ ചെയ്തൊരു 100 രൂപയ്ക്ക് മേടിച്ച്. പക്ഷേ ഇതിൻ്റെ കൊണ്ടയ്ക്കകത്ത് ഇരിക്കുന്നില്ല ഗൈസ്. പിന്നെ ഇച്ചാൻ അത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എനിക്ക് വച്ച് തന്ന്.
അപ്പോൾ ഈ ജിങ്കൻ ചാക്കടി ജിൽജിൽജ ഇത് വെച്ചിട്ടാണ് ഇത്തവണത്തെ ന്യൂ ഇയർ ഞാൻ അടിച്ചു പൊളിക്കാൻ പോകുന്നത്. പട്ടി ഷോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഇനി ഫുൾ ഇനി ന്യൂ ഇയർ അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പോണത്. കൊള്ളാം, രസമുണ്ട് കേട്ടോ. എൻ്റെ കോവളം എത്ര സുന്ദരം, എൻ്റെ കോവളം എത്ര സുന്ദരം. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നു കേട്ടോ. അത് വേറൊന്നുമല്ല, ഈ പോലീസുകാരുണ്ടല്ലോ, ഇഷ്ടംപോലെ പോലീസുകാരവിടെ നമുക്ക് വേണ്ടി പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവർ എത്ര മണിക്കൂറായിട്ട് നിൽക്കുന്നതെന്നറിയാമോ? ഏകദേശം ഒരു 2-3 മണിക്കൂർ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു വിഷമവും തോന്നി, കാരണം അവർക്കും ഇതുപോലത്തെ ഒരു ഫാമിലിയൊക്കെ കാണത്തില്ലേ. അപ്പം അവർ വീട്ടിലായിരിക്കും, ഒബ്വിയസ്ലി അവർ വീട്ടിൽ ഉറങ്ങുക അങ്ങനെയൊക്കെ ആയിരിക്കും. അവരിവിടെ ഡ്യൂട്ടിയും ചെയ്യുന്ന, അവരുടെ ഫാമിലി ഇതുപോലെ എൻജോയ് ചെയ്യേണ്ടവരൊക്കെ അവർ വീട്ടിൽ ഇരിക്കുകയും ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റെസ്പെക്റ്റ്ഫുള്ളായിട്ടുള്ള ജോബാണ് ഈ പോലീസുകാർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ കോവളം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ഫുൾ ഓൺ ആയി. അങ്ങനെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. എന്താ പറയണത്, നമ്മുടെ ഫയർ വർക്ക്സ് പൊട്ടൽ തന്നെ കേട്ടോ. ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഡയറക്റ്റ് എൻ്റെ എന്താ പറയുക നേരെ മുകളിൽ ഇങ്ങനെ വന്ന് പൊട്ടണതൊക്കെ കാണുന്നത് കേട്ടോ. എൻ്റെ മുമ്പത്തെ ലൈഫിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിനൊക്കെ മുമ്പാണെങ്കിലും പലതവണ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുള്ളൊരു സാഹചര്യം ഒന്നും ഒത്തു വന്നിട്ടില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ പറയണത്, ഞാനായിട്ട് അങ്ങോട്ട് ഇച്ചായനോട് ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് ഫയർ വർക്ക്സ് കാണാൻ പോകണമെന്ന് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഇത്തവണ ഞാൻ ആവശ്യപ്പെട്ട് ഇത്തവണ പോകണോ വെച്ചാൽ എനിക്കൊന്ന് കാണണം, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കട്ടെ വന്നേക്ക്. കാരണം ഇച്ചായ മുമ്പ് കണ്ടിട്ടുണ്ട്, പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പോകണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോഴത്തേക്കും തന്നെ ഇച്ചായ എന്തായാലും എന്നാൽ റെഡിയാവും, പെട്ടെന്ന് നമുക്ക് പോവാം എന്നുള്ള രീതിയിൽ അങ്ങനെ പോയതാണ്. എന്താ പറയുന്നത്, ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഞാൻ ഒരുപാട് സന്തോഷം കാണുന്ന ഒരു വ്യക്തിയാണ്. ചെറിയ കാര്യങ്ങളിൽ പോലും ഒരുപാട് സന്തോഷം അല്ലെങ്കിൽ ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഫയർ വർക്ക്സ് ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ 2023 ഞങ്ങൾക്ക് നല്ലൊരു വർഷമായിരുന്നു. എന്താ പറയുക, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, ഹാപ്പിനെസ് ഒക്കെ ഞങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വർഷമായിരുന്നു 2023 ഞങ്ങൾക്ക്. അപ്പോൾ 2024 അങ്ങനെ ആവട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്കും. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ വൺസ് അഗൈൻ ഹാപ്പി ന്യൂ ഇയർ. ബൈ.